അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അബറൽ ബിരി സിലത്തുൽ മർഇ അഹ്ല ഉദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയ. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൻ്റെ 5143 ഹദീസായിട്ട് കൊണ്ടുവരുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, ഇന്ന അബറൽ ബിരി, ഏറ്റവും വലിയ ഗുണങ്ങളിൽ പെട്ടതാണ് സിലത്തുൽ മർഇ അഹ്ല ഉദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയ. ഒരു മനുഷ്യൻ അവൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ആ പിതാവിൻ്റെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, അവരുമായിട്ട് ബന്ധം പുലർത്തുക എന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസ് മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിൻ്റെ മഹത്വം പറയുന്നിടത്താണ്. ഇത്തരത്തിൽ ധാരാളം ഹദീസുകളിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അവർക്ക് ഗുണം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, മാതാപിതാക്കളോടുള്ള ബാധ്യതകളും കടപ്പാടുകളൊക്കെ തീർത്താൽ തീരാത്തതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ വിഷയത്തിൽ വലിയ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളെക്കുറിച്ചും അവരോടുള്ള കടപ്പാടുകളെക്കുറിച്ചും അതുപോലെ അവരോടുള്ള സ്നേഹ വായ്പയെക്കുറിച്ചും അവർക്ക് ദുആ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേസമയം ആ മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുക, അവരെ പ്രയാസപ്പെടുത്തുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവരോട് ബന്ധവിച്ഛേദനം നടത്തുക തുടങ്ങിയവയെല്ലാം വലിയ വൻദോഷങ്ങളിൽപ്പെട്ടതായിട്ടും അതുപോലെ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ലഭിക്കുന്നതിനേക്ക് കാരണമായിട്ടുമൊക്കെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നും ഉണ്ട്. എന്നാൽ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്, ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അവർക്ക് വേണ്ടിയിട്ട് അവരോട് ബന്ധം സ്ഥാപിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഗുണം ചെയ്യുക, അതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലെ തെരുവോരങ്ങളിൽ അവിടുത്തെ അനുയായികളോടൊപ്പം ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇബ്നു ഉമർ തങ്ങൾ ഒരു അഅറാബിയായ മനുഷ്യനെ കാണുന്നുണ്ട്. അയാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ പോയിട്ട് സലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോരുന്ന സമയത്ത് അവിടുത്തെ തലപ്പാവും അതുപോലെ തന്നെ തൻ്റെ വാഹനം ആ കഴുതയെയും ഈ അഅറാബിയായ മനുഷ്യന് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈ അനുയായികൾ ചോദിക്കുന്നുണ്ട്, ഇബ്നു ഉമർ തങ്ങളെ, എന്തിനാണ് അങ്ങ് ഈ അഅറാബിയായ ഒരു മനുഷ്യനിക്ക് ഇങ്ങനെ സ്വതക്ക കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന അബറൽ ബിരി സിലത്തുൽ മർഇ അഹ്ല ഉദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയ. പിതാവിൻ്റെ മരണശേഷം അവരുടെ സുഹൃത്തുക്കൾക്ക് അവരോട് ബന്ധം പുലർത്തുക, അവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ അഅറാബിയായ മനുഷ്യൻ ഇബ്നു ഉമർ തങ്ങളുടെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹൃത്താണ് എന്ന് നമുക്ക് അവിടുന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്വഹാബി ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ,
എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ ഇനി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് കാര്യങ്ങൾ അയാളോട് നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട്. നീ നിൻ്റെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം, അവരുടെ പേരിൽ നിസ്കരിക്കണം, അവർക്ക് വേണ്ടി പാപമോചനം നടത്തണം, അവരുടെ വസിയത്തുകളൊക്കെ നീ നടപ്പിലാക്കണം. അതുപോലെ തന്നെ അവരിഷ്ടപ്പെട്ട അവർ രണ്ടുപേരുടെയും കൂട്ടുകാർ, അവർക്കൊക്കെ നീ നന്മ ചെയ്യണം, അവരോട് ബന്ധം സ്ഥാപിക്കണം, അവരുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളെല്ലാം നീ നിലനിർത്തുകയും ചെയ്യണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ, എന്തു നല്ല നിർദ്ദേശമാണ് അങ്ങ് നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫഅമൽ ബിഹി ഫഇന്നഹു യസിലു ഇലൈഹിമ. നീ ഇതുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഉപ്പയും ഉമ്മയും നിന്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് ചേരാൻ സാധിക്കും എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത്തരത്തിലുള്ള ധാരാളം ഹദീസുകളിലൂടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾക്ക് ഗുണം ചെയ്യുന്നതിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതകാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, അവരുമായിട്ട് നല്ല നിലയിൽ ജീവിക്കുകയും അവരോട് ബന്ധം സ്ഥാപിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കഴിയുന്ന രൂപത്തിലൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.